കാലിസ്തനിക്സ് വ്ലോഗ് 22. ഇത് 21-ന്റെ ബാക്കിയാണ്. അത് കണ്ടില്ലേലും കുഴപ്പമില്ല. ഇവിടെ ഈസ്റ്റർ ആകുമ്പം എല്ലാ ചോക്ലേറ്റ് കമ്പനികളും ഈ മുട്ട വിറ്റാണ് കാശുണ്ടാക്കുന്നത്. നമ്മൾ അടിച്ചു പൊട്ടിക്കുവാണ്. ഇതിന് അത്യാവശ്യം കട്ടിയുണ്ട്. ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് ആൾക്കാർ മേടിക്കുന്നത്. ഇത് ഞാൻ ഒരാഴ്ച എടുത്ത് തിന്ന് തീർത്തു. അതേ ദിവസം ജിമ്മിൽ പോയപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അറിഞ്ഞത്. എൻ്റെ ജിമ്മിലുള്ള കുറച്ച് പേര് അതേ രാത്രി ഒരു ചാരിറ്റി ഇവൻറ്റിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇത് ബാക്ക് സ്റ്റേജാണ്. എല്ലാവരും ഒരു 4-5 വർഷം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു. കട്ട ഇൻസ്പിറേഷനാണ് ഇവരെ കാണുമ്പോൾ. ഇടയ്ക്ക് തോന്നിയായിരുന്നു വേണേൽ സ്റ്റേജിൽ കയറിയാലോ എന്ന്. പക്ഷേ എന്തുകൊണ്ടോ അന്നൊരു മോട്ടിവേഷൻ തോന്നിയില്ല. ഇത്രയും കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അതുകൊണ്ടായിരിക്കണം. മെയിനായിട്ടുള്ള ഇംപ്രസീവ് സ്കിൽസ് എന്ന് പറയുമ്പോൾ പ്ലാഞ്ച്, ഹാൻഡ് സ്റ്റൻസ്, ഫ്രണ്ട് ലിവർ പുള്ള്, ഡീപ്പ് ഹാൻഡ്സ് ആൻഡ് പുഷപ്സ് ഒക്കെ ആയിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയ വേറൊരു സത്യം എന്ന് പറഞ്ഞാൽ ഈ കാലിസ്തനിക്സ് എനിക്കിനി നിർത്താനേ പറ്റുമെന്ന് തോന്നുന്നില്ല. കയ്യോ കാലോ ഒടിഞ്ഞാലല്ലാണ്ട് ഞാനിത് നിർത്തത്തില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ മന്തിയും കൂടെ അടിച്ചിട്ട് വീട്ടിൽ പോയി. സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിച്ചാൽ ഇതുപോലത്തെ കണ്ടന്റ് കാണാം.